ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് ശാസ്ത്രം സ്ഥിരീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ വീഡിയോ അല്പം നീളം കൂടുതലുള്ളതാണ്. എന്നാൽ നിങ്ങളിത് അവസാനം വരെ കാണുകയും മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുകയും ചെയ്യണം. കാരണം ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 24 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്നു. ആ പീഡനങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് നിപതിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. അപ്പോൾ അവൻ ദൂതന്മാരെ അയക്കും. അവർ ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിൻ്റെ അതിർത്തികൾ വരെ 4 ദിക്കുകളിൽ നിന്ന് അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. അത്തിമരത്തിൽ നിന്ന് പഠിക്കുവൻ, അതിൻ്റെ കൊമ്പുകൾ ഇളതായി തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കലെത്തിയിരിക്കുന്നുവെന്ന് ഗ്രഹിച്ചു കൊള്ളുക. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. ഇത് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് ഈശോ തന്നെ നമ്മോട് പറഞ്ഞതാണ്. ഈശോ രണ്ടാമത് വരും, വാനമേഘങ്ങളിൽ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒന്നിച്ചു കൂട്ടാൻ. അവിടെ യേശു പറയുകയാണ്, ഞാൻ വരുമ്പോൾ ഈ തലമുറയിൽപ്പെട്ട, ഈ മനുഷ്യവംശത്തിൽപ്പെട്ട കുറേ പേര് ഈ ഭൂമുഖത്ത് ഉണ്ടായിരിക്കും, അവശേഷിക്കും. ഈ വചനങ്ങൾ ആകാശവും ഭൂമിയും കടന്നുപോയാലും മാറ്റം വരത്തില്ലെന്ന് ഈശോ പറയുന്നു. ഈ വചനത്തോട് ചേർത്ത് നമുക്ക് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 24-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ ഒന്ന് വായിക്കാം. ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുകയും അങ്ങനെ ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുകയും ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരുന്നു, ചുരുക്കം പേർ മാത്രം അവശേഷിക്കുന്നു. നാം ഇപ്പോൾ വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ആ 24-ാം അധ്യായത്തിലെ 6-ാം വചനം പറയുന്നത്, ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരുന്നു. നമുക്കറിയാം, ദഹിക്കുന്നത് എപ്പോഴാണ്? എപ്പോഴും ദഹിക്കുന്നത് ചൂട് കൂടുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ചൂട് കൂടി ഭൂമിയിലെ ജീവജാലങ്ങൾ, ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരും എന്ന് യെശയ്യാ പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഈ പ്രവചനം നമുക്ക് ലഭിച്ചത് BC 700-നും 740-നും ഇടയിലാണ്. എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് ഏതാണ്ട് 2700 വർഷങ്ങൾക്ക് മുമ്പാണ് ദൈവം യെശയ്യാ പ്രവാചകനിലൂടെ ഈ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തിയത്. ഇനി നമുക്ക് പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ ഈ കാര്യങ്ങളെ ഒന്ന് വിലയിരുത്താം. ഭൂമിയിൽ പല താപനിലകളുണ്ട്, ടെമ്പറേച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ UK-യിൽ 8 ഡിഗ്രിയോ 10 ഡിഗ്രിയോ സെൽഷ്യസ് ആണ്. അത് നാട്ടിൽ 24 ഡിഗ്രി അല്ലെ 30 ഡിഗ്രി ആകാം. അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ അത് 40 ഡിഗ്രി ആകാം. ആർട്ടിക്കിൽ അത് -70യോ -80യോ ആകാം. അങ്ങനെ ഭൂമിയുടെ പല ഭാഗങ്ങളിൽ പല താപനിലകൾ ആണെന്ന് നമുക്കറിയാം. ഇതിൻ്റെ എല്ലാം കൂടി ആവറേജ് ടെമ്പറേച്ചറിനെ ഭൂമിയുടെ ആവറേജ്
സർഫേസ് ടെമ്പറേച്ചർ എന്ന് പറയും. ഭൂമിയുടെ ആവറേജ് ഉപരിതല താപനില. ഒരു കാര്യം നമുക്ക് ആദ്യമേ മനസ്സിലാക്കേണ്ടത്, ഭൂമിയുടെ ആവറേജ് സർഫേസ് ടെമ്പറേച്ചർ 13 to 17 ഡിഗ്രി, അതായത് 13 മുതൽ 17 വരെ മാത്രമേ ജീവൻ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ആവറേജ് സർഫേസ് ടെമ്പറേച്ചർ 13 ഡിഗ്രിക്ക് താഴെ ജീവൻ നിലനിന്നിരുന്നില്ല. 17 ഡിഗ്രിക്ക് മുകളിൽ പോയാലും ഭൂമിയിൽ ജീവൻ നിലനിൽക്കുകയില്ല. ഭൂമിയിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് 1800-ലാണ്. അത് UK-യിലെ മാഞ്ചസ്റ്ററിലാണ്. അന്നു മുതൽ എമിഷൻ കൂടാൻ തുടങ്ങി. എമിഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പൊതുവെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയും. ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ കൂടുന്നു. അതായത് കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥെയിൻ, നോക്സ്, നൈട്രജനും ഓക്സിജനും ചേർന്നുള്ള കോമ്പൗണ്ട്സ്, ഇതിനെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എല്ലാം തന്നെ വാം ഗ്യാസസ് ആണ്, ചൂടുള്ള വാതകങ്ങളാണ്. അങ്ങനെ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ കൂടാൻ തുടങ്ങിയപ്പോൾ അന്തരീക്ഷത്തിൻ്റെ താപനില കൂടാൻ തുടങ്ങി. അത് പ്രധാനമായും സംഭവിച്ചത് ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ആരംഭത്തിന് ശേഷമാണ്. അങ്ങനെ അത് ക്രമേണ കൂടാൻ തുടങ്ങി. അത് 1900 ആയപ്പോൾ അത് 14.3 14.3 എന്ന അളവിലെത്തി. 1900-ന് ശേഷം ഈ വ്യാവസായിക വിപ്ലവം അതിൻ്റെ പാരമ്യതയിലേക്ക് പോയി. അങ്ങനെ ഈ എമിഷൻ വീണ്ടും കൂടി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 2000 ആയപ്പോഴേക്ക് ആ 14.3-ൽ നിന്ന് അത് 0.7 കൂടി വർദ്ധിച്ച് അത് 15 ഡിഗ്രിയിലെത്തി. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, 2000 കടന്നപ്പോൾ ഭൂമിയുടെ ആവറേജ് സർഫേസ് ടെമ്പറേച്ചർ 14.3-ൽ നിന്ന് 15 ഡിഗ്രി സെൽഷ്യസിലെത്തി. പ്രിയപ്പെട്ടവരെ, എൻവയോൺമെന്റൽ സയന്റിസ്റ്റുമാർ അതുപോലെ ഈക്കോളജിസ്റ്റുകൾ വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു. നമ്മുടെ ജീവിത രീതി ഇതേ രീതിയിൽ പോയാൽ അടുത്ത 100 വർഷം, അതായത് 2100 ആകുമ്പോൾ ഭൂമിയുടെ ഈ സർഫേസ് ടെമ്പറേച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന വർധനവ് 7 ഡിഗ്രിയാണ്. അതായത് 15 ഡിഗ്രിയിൽ നിന്ന് 7 ഡിഗ്രി കൂടെ കൂടും എന്ന് പറഞ്ഞാൽ 15 + 7 ഈസ് 22. 22 ഡിഗ്രി ആകും. ഇത് വെറുതെ ഞാൻ പറയുന്നതല്ല. നിങ്ങൾ ഗൂഗിൾ സ്കോളറിൽ പോയിട്ട് അവിടെ ഈ കാര്യങ്ങൾ അന്വേഷിച്ചാൽ ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി, അതുപോലെ സർഫേസ് ടെമ്പറേച്ചർ ഇൻക്രീസിനെ പറ്റിയൊക്കെ നിങ്ങൾ നോക്കിയാൽ നൂറുകണക്കിന് സയൻറ്റിഫിക് ജേണൽസ്, പുതിയതും പഴയതുമായിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. വളരെ ആധികാരികമായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡേറ്റയും നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. അതുപോലെ നാസ ഇത് കൺഫേം ചെയ്തിട്ടുണ്ട്. എന്നും എക്കാലത്തും ഭൂമിയിൽ ടെമ്പറേച്ചർ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കൂടുകയും കുറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നാസ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് അത് കഴിഞ്ഞ 10,000 വർഷം ഉണ്ടായതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. വളരെ ഫാസ്റ്റായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമുക്കിവിടെ ചിന്തിക്കാനുള്ളത്, ഭൂമിയുടെ ഉപരിതല ടെമ്പറേച്ചർ ആവറേജ് അത് 22 ഡിഗ്രിയിൽ എത്തിയാൽ ഭൂമിയിൽ
യാതൊരു ജീവജാലങ്ങൾക്കും നിലനിൽക്കുക സാധ്യമല്ല. അപ്പോൾ നമുക്കൊരു അതിൻ്റെ പകുതി എടുക്കാം. ഒരു ആവറേജ് 50 വർഷം കൊണ്ട്, ഇതിപ്പോൾ 2000 മുതൽ 2100 വരെയുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 2050 ആകുമ്പോഴേക്ക് ആവറേജ് എടുത്താൽ ഒരു 3.5 ഡിഗ്രി കൂടും. എന്ന് പറഞ്ഞാൽ 15 + 3.5 18.5. 17 ഡിഗ്രിക്ക് മുകളിൽ ജീവൻ നിലനിൽക്കുക സാധ്യമല്ല. അങ്ങനെയെങ്കിൽ 50 വർഷം പോലും നാം ഈ കാണുന്ന പരിസ്ഥിതിക്ക് നിലനിൽക്കാൻ സാധ്യമല്ലെന്ന് സയൻസ് പറയുന്നു. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വളരെ വ്യക്തമായിട്ട് അടുത്തിടയിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പബ്ലിക് ഡൊമൈനിൽ അത് കാണാൻ സാധിക്കും. 2017 ജൂൺ മാസത്തിൽ സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞത്, എനിക്ക് യാതൊരു സംശയവുമില്ല വരുന്ന മാക്സിമം 100 വർഷത്തിനുള്ളിൽ, മാക്സിമം 100 വർഷത്തിനുള്ളിൽ മനുഷ്യന് ഈ ഭൂമി വിട്ടൊഴിയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അടുത്ത 100 വർഷത്തിനുള്ളിൽ ഈ ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടാവും. മനുഷ്യൻ ഇവിടെ നിന്ന് നീക്കപ്പെടും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സ്റ്റീഫൻ ഹോക്കിംഗ് ഒരു ദൈവവിശ്വാസി ആയിരുന്നില്ല, അദ്ദേഹം ഒരു ഏത്തിയസ്റ്റ് ആയിരുന്നു. അപ്പോൾ പരിസ്ഥിതി ശാസ്ത്രപ്രകാരം നമ്മളിപ്പോൾ ചിന്തിച്ചത്, ഈ കാണുന്ന ഈ പരിസ്ഥിതി ഈ രീതിയിൽ അടുത്ത 100 വർഷം മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ്. കാരണം ടെമ്പറേച്ചർ 22 ആകും. 50 വർഷം ചിന്തിച്ചാൽ തന്നെ അത് 18.5 ആകും. അവിടെ ഒരു ജീവജാലങ്ങൾക്കും നിലനിൽക്കാൻ സാധ്യമാവില്ല. കാരണം അത്രമാത്രം ചൂടായിരിക്കും അന്തരീക്ഷത്തിൽ. പ്രിയപ്പെട്ടവരെ, ഇനിയും നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിച്ചത്, അവിടെ നമ്മൾ കണ്ടത് ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരും, അല്പാൽപമായി അവർ ദഹിച്ചു തീരും. കാരണം നമുക്ക് ഊഹിക്കാം, ചൂട് കൂടിയാൽ ഭൂമിയിലെ ജീവജാലങ്ങൾ ദഹിച്ചു തീരും, അവർക്ക് നിലനിൽക്കാൻ സാധ്യമല്ല. ഇനിയുമാണ് നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വരുന്നത്. ഈശോ പറഞ്ഞു, മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 24 മുതലുള്ള വചനങ്ങളിൽ, ഞാൻ വീണ്ടും വരും. എന്നിട്ട് 29-ാം വചനം ഈശോ പറയുകയാണ്, ഞാൻ വരുമ്പോൾ ഈ തലമുറയിൽപ്പെട്ട, ഈ മനുഷ്യവംശത്തിൽപ്പെട്ട ചിലര് ഇവിടെ കാണും. ഇവിടെ നിന്ന് സകലതും ഇല്ലാതാകുന്നതിന് മുമ്പ് ഞാൻ വരും എന്നാണ് ഈശോ പറഞ്ഞത്. ഇനി നമുക്ക് നമ്മൾ കേട്ട സയൻസും ഈ കേട്ട വചനവും തമ്മിൽ ഒന്ന് കണക്ട് ചെയ്യാം. നമ്മളിങ്ങനെ ചിന്തിക്കുക, ഈശോ ഒരു 100 വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നത് എങ്കിൽ നമ്മൾ കേട്ട സയൻസ് അനുസരിച്ച് എല്ലാവർക്കും മനസ്സിലാകും, ഈ ഭൂമിയിൽ ആരും തന്നെ കാണുകയില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, യേശുവിൻ്റെ വചനങ്ങൾക്ക് വള്ളിപുള്ളി വ്യത്യാസമില്ല. യേശു ദൈവമാണ്. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട് നൽകിയിട്ടുള്ള ഒരേ ഒരു നാമം, ഒരേ ഒരു ദൈവം, അത് യേശുവാണ്. യേശു പറഞ്ഞാൽ അതിന് മാറ്റമില്ല. കാരണം മർക്കോസ് 13:31 നമ്മൾ വായിക്കുന്നുണ്ട്, ആകാശവും ഭൂമിയും കടന്നുപോയാലും യേശുവിൻ്റെ വചനങ്ങൾക്ക്, യേശു പറഞ്ഞ ഒരൊറ്റ കാര്യത്തിനും മാറ്റം വരികയില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഈശോ പറഞ്ഞു, ഞാൻ വരുമ്പോൾ ഈ ഭൂമിയിൽ ചിലര്, ഈ തലമുറയിൽപ്പെട്ട ചിലര് ഇവിടെ കാണും. നമുക്കറിയാം, 100 വർഷത്തിന് ശേഷമാണ് ഈശോ വരുന്നതെങ്കിൽ ഇവിടെ ആരും കാണുകയില്ല. അതാണ് സയൻസ് കൺഫേം ചെയ്തത്. പിന്നെയും നമ്മൾ ചിന്തിച്ചു, 50 വർഷം കഴിഞ്ഞാൽ തന്നെ സംശയമാണ് ഇവിടെ ആരെങ്കിലും കാണുമോ എന്ന്. അപ്പോൾ ഈശോയുടെ വചനങ്ങൾക്ക് മാറ്റം വരാനും പറ്റുകയില്ല. അങ്ങനെയെങ്കിൽ
പ്രിയപ്പെട്ടവരെ, ഈശോ, ഞാൻ പറയുന്നു, ഞാൻ ചിന്തിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഈശോ 50 വർഷത്തിനുള്ളിൽ വരണം. എങ്കിൽ മാത്രമേ ഈശോ പറഞ്ഞ ഈ തലമുറയിൽപ്പെട്ട ചിലരെ ഇവിടെ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഇത് കേൾക്കുമ്പോൾ പലരും ചോദിക്കും, എന്താണ് ഈ പറയുന്നത്? കാരണം മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 32-ാം വചനത്തിൽ വളരെ വ്യക്തമായിട്ട് ഈശോ തന്നെ പറഞ്ഞു, ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെ കുറിച്ചോ ആർക്കും അറിയില്ല. ഇവിടെ ആ ദിവസത്തെ പറ്റിയല്ല നമ്മൾ പറയുന്നത്, ആ മണിക്കൂറിനെ പറ്റിയല്ല പറയുന്നത്. അത് മനസ്സിലാക്കണം. നമ്മൾ പറയുന്നത് ഇതാ ഏറ്റവും അടുത്തിരിക്കുന്നു, കൂടുതൽ സമയമില്ല. ഈശോ പറഞ്ഞിട്ടുണ്ട് ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 56 മുതലുള്ള വചനങ്ങളിൽ, കാലത്തെ വിവേചിക്കാൻ, കാലത്തെ തിരിച്ചറിയാൻ, മനസ്സിലാക്കാൻ അതാണ് നമ്മൾ ചെയ്യുന്നത്. ആ പർട്ടിക്കുലർ ദിവസത്തെ പറ്റിയോ മണിക്കൂറിനെ പറ്റിയോ നമുക്കറിയില്ല, പക്ഷേ അത് അടുത്തിരിക്കുന്നുവെന്നും അതിന് കൂടുതൽ താമസമില്ലെന്നും ശാസ്ത്രീയമായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റും. കാരണം യേശുവിൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ല. യേശു പറഞ്ഞാൽ അത് അതുപോലെ സംഭവിക്കും. ഈശോ പറഞ്ഞു, ഞാൻ വരുമ്പോൾ ഈ മനുഷ്യവംശത്തിൽപ്പെട്ട കുറെ പേര് ഇവിടെ കാണും. ഇത് തന്നെയാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്. ഭൂമിയിലെ മനുഷ്യരെല്ലാം ദഹിച്ചു തീരും, ചുരുക്കം പേർ അവശേഷിക്കും. അപ്പോൾ ഈ ചൂട് കൂടുന്നതനുസരിച്ച് ജീവജാലങ്ങൾ അപ്രത്യക്ഷമാകും. കാരണം തണുപ്പുള്ള മേഖലകളിൽ ആൾക്കാർ താമസിക്കും. ഉഷ്ണമേഖലകളിൽ പെട്ടെന്ന് ചൂട് കൂടുമ്പോൾ അവിടം വാസയോഗ്യമല്ലാതായിത്തീരും. അങ്ങനെ ഇത് ഓവർനൈറ്റ് അല്ല സംഭവിക്കുന്നത്. ഇത് ക്രമേണ ശൈത്യരാജ്യങ്ങളിൽ കുറെ നാൾ കൂടി മനുഷ്യന് ജീവിക്കാൻ പറ്റും. എന്നാൽ മറ്റ് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഇത് പെട്ടെന്ന് സംഭവിക്കും. കൂടാതെ ഇപ്പോൾ നടക്കുന്നത് പോലുള്ള മിഡിൽ ഈസ്റ്റിലും യുക്രൈനിലും ഒക്കെ നടക്കുന്നത് പോലുള്ള യുദ്ധങ്ങൾ ഇതുപോലുള്ള അഡീഷണൽ കോൺട്രിബ്യൂഷൻ ടു ദ എമിഷൻ, അതായത് ഇതുപോലെ കൂടുതലായി വരുന്ന എമിഷൻ, അത് ഈ സർഫേസ് ടെമ്പറേച്ചർ കൂടുന്നതിന് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം സത്യമാണ്, യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അത് ഇത്രയും നാൾ പറഞ്ഞതുപോലല്ല. ഈശോ വളരെയധികം പ്രാവശ്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ഒരുങ്ങിയിരിക്കുക, നിങ്ങൾ ഒരുങ്ങിയിരിക്കുക. ഇത് നമുക്ക് ഒരുങ്ങിയിരിക്കാനുള്ള, തയ്യാറെടുപ്പോടെ കാത്തിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിന് പല ഭാഗങ്ങളുണ്ട്. തുടർന്നു വരുന്ന ഭാഗങ്ങൾ കൂടി കേൾക്കുമ്പോഴാണ് നമുക്ക് ഇത് പൂർണ്ണമായും ബോധ്യമാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ഭാഗങ്ങളും കാണണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.